എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 232 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലുള്ളത് രണ്ടാമത്തെ ചോദ്യം. എന്താണ് ചോദ്യം? Consider all rectangles of area 1 square meter. The length of one side of such a rectangle depends on the length of the other side. Write this relation as an algebraic equation. How do we state it in terms of proportion? അതായത് ഒരു ചതുരം അല്ലെ, ഒരു റെക്റ്റാങ്കിള്. ഇപ്പം ഇതാണ് റെക്റ്റാങ്കിള്. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് ഒരു മീറ്റർ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിന്റെ ഏരിയക്ക് ഒരു മാറ്റമില്ല, ഒരു ചതുരശ്ര മീറ്ററാണ് ഇതിന്റെ ഏരിയ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയാം, ഇനി ഇതിന്റെ നീളം നമ്മൾ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. ഏരിയക്ക് വ്യത്യാസം വരാൻ പാടില്ല. ഇതിന്റെ നീളം കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താവും? ഇതിന്റെ വീതി കുറയണം അല്ലേ. എന്നാലും നമുക്ക് നീളം ഇൻറ്റു വീതി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടുള്ളൂ. ഇനി ഇതിന്റെ നീളം നമ്മൾ കുറയ്ക്കുകയാണെങ്കിലോ നമ്മൾ വീതി കൂട്ടേണ്ടി വരും അല്ലേ. എങ്കിലേ നമുക്ക് നീളം ഇൻറ്റു വീതി നമുക്ക് ഒരു മീറ്റർ സ്ക്വയർ കിട്ടുള്ളൂ. അപ്പോൾ അതായത് ഒരു വശത്തിന്റെ നീളം മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ മറ്റേ വശത്തിന്റെ നീളവും മാറും അല്ലേ. അതായത് നീളം മാറുന്നതിനനുസരിച്ച് ഇതിന്റെ വീതിയിലും വ്യത്യാസം വരും. ഈ റിലേഷൻ, ഈ ബന്ധം ഒരു ബീജഗണിത സമവാക്യമായിട്ട് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഒരു ചതുരത്തിന്റെ നീളം ഇപ്പൊ നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. നീളം എക്സ്, വീതി നമുക്ക് വൈ എന്ന് കൊടുക്കാം. അപ്പൊ നീളം എക്സും വീതി വൈയും. അപ്പൊ ചതുരത്തിന്റെ ഏരിയ നമുക്ക് കാണാൻ അറിയാലോ. എന്താണ് ഏരിയ? ഏരിയ ഈസ് ഈക്വൽ ടു നീളം ഇൻറ്റു വീതി അല്ലേ. അതായത് എക്സ് ഇൻറ്റു വൈ, ഇതാണ് ഏരിയ. അപ്പോൾ ഇവിടെ ഏരിയ ഒരു സ്ക്വയർ മീറ്റർ ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് എക്സ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എക്സ് വൈ ഒരു സ്ക്വയർ മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സും വൈയും അഥവാ നീളവും വീതിയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ എക്സ് വൈ ഈസ് ഈക്വൽ ടു 1 മീറ്റർ. അപ്പോൾ അതിൽ നിന്ന് വൈ വീതി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. വൈ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? വൈ ഈസ് ഈക്വൽ ടു ഇത് 1 ബൈ ഈ എക്സ് അടിയിൽ പോകും അല്ലേ. അപ്പോൾ 1 ബൈ എക്സ്. അപ്പം ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. വൈ ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ്. ഇപ്പോൾ വൈ വീതിയാണെങ്കിൽ വീതി എന്ന് പറയുന്നത് 1 ബൈ നീളം അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് എന്ത് ബന്ധമാണെന്ന് നോക്കിയേ. നാം കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി പറഞ്ഞിരുന്നു അല്ലേ. അതായത് ഇവിടെ നോക്കിയേ, വീതി എന്ന് പറയുന്നത് 1 ബൈ എക്സ് അല്ലേ. അതായത് എക്സിന്റെ വ്യുൽക്രമം റെസിപ്രോക്കലാണ്. അപ്പോൾ 1 അടിയിലും അടുത്തത് മുകളിലും വന്ന നമ്മൾ പറഞ്ഞത് എന്താണ്? ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് അല്ലേ. അതായത് വിപരീത അനുപാതത്തിലാണ് അല്ലേ. അപ്പോൾ വിപരീത അനുപാതം കണ്ടാൽ തന്നെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിയാൽ 1 ബൈ എക്സ് അല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് ഇവിടെ ഇതിന്റെ ഛേദമായിട്ട് വരാം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആയിട്ട് ഒരു അളവ് വരാം, മറ്റേ അളവ് ഇവിടെ മുകളിൽ കിടക്കുക അല്ലേ. അങ്ങനെ വരാണെങ്കിൽ അതെന്താണ്? അത് വിപരീത അനുപാതമാണ്. അപ്പൊ നമുക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട, കൃത്യമായിട്ട് തന്നെ എഴുതാം. വൈ ഈസ് ഈക്വൽ ടു വൈ ഈസ്, അല്ലെങ്കിൽ ഇതിന്റെ ബ്രെഡ്ത്ത് ഈസ് ഇൻവേഴ്സ്ലി അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. അതെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? വൈക്ക് പകരം ബ്രെഡ്ത്ത് അല്ലേ. ബ്രെഡ്ത്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അതായത് നീളവും വീതിയും വിപരീത അനുപാതത്തിലാണ് എന്ന് എഴുതാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 1 കൂടുമ്പോൾ അത് അടുത്ത് കുറയും അല്ലേ. ഇപ്പൊ ഇവിടെ നോക്കിയാൽ ഇപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് എന്ന് കിട്ടി. ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഈ ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു 1 ബൈ എക്സ് അല്ലേ. ഇനി നമുക്ക് എക്സ്, ഈ നീളം നമുക്കിപ്പോൾ എക്സ് ഒരു 0.25 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു 1 ബൈ 0.25 അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടി 4. ഇനി എക്സ് നമുക്കൊരു 0.5 ആണെന്ന് വിചാരിക്കുക. 0.5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ വൈ എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു 1 ബൈ 0.5 അല്ലേ. അതായത് എത്ര കിട്ടും നമുക്ക്? 2. ഇനി എക്സിന്റെ വാല്യൂ നമുക്കൊരു 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വൈ എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു 1 ബൈ 1 ഈക്വൽ ടു 1 അല്ലേ. അതായത് ഇവിടെ നോക്കിയേ, വൈയുടെ വാല്യൂ എക്സിന്റെ വാല്യൂ നമ്മൾ ആദ്യം എന്ത് കൊടുത്തു? 0.25 കൊടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? വാല്യൂ 4 കിട്ടി അല്ലേ. പിന്നെ എക്സിന്റെ വാല്യൂ ഒന്നും കൂടി വലുതായി. 0.5 ആയപ്പോഴോ ഇതിന്റെ വാല്യൂ ചെറുതായി, കണ്ട 2 നേർപകുതിയായി. അപ്പോൾ ഇത് ഇരട്ടിയായപ്പോൾ ഇത് പകുതിയായി അല്ലേ. ഇനി വീണ്ടും നോക്കിയാൽ 0.5 നമ്മൾ എന്താക്കി?
1 മീറ്റർ ആക്കി അല്ല, ഇത് വീണ്ടും ഇത് വർദ്ധിച്ചു, ഇത് വീണ്ടും ഇരട്ടിയായി. അപ്പോൾ ഇത് സംഭവിച്ചു നോക്കിയാൽ 2 മീറ്റർ എന്നുള്ളത് 1 മീറ്റർ, അപ്പോൾ ഇതിൻ്റെ പകുതിയായി അല്ലേ. അപ്പോൾ ഇത് വർദ്ധിക്കും തോറും ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ എന്ത് കിട്ടുള്ളൂ, 1 മീറ്റർ സ്ക്വയർ കിട്ടുള്ളൂ അല്ലേ. ഇനി ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ എന്ത് വരും, കെ സീക്വൽ നമുക്കറിയാം എക്സ് ഇൻറ്റു വൈ അല്ലേ. ഇത് ഇൻവേഴ്സിലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ കെ എന്താണ് വരിക, കെ വരിക എക്സ് ഇൻറ്റു വൈ ആണ് അല്ലേ. അപ്പോൾ എക്സ് ഇൻറ്റു വൈ, അതായത് ഈ മുകളിലുള്ളതായിരിക്കും എന്ത് വരിക, ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, അതായത് 1. അപ്പോൾ ആനുപാതിക സ്ഥിരം 1. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. കൺസിഡർ ഓൾ ട്രയാങ്കിൾസ് ഓഫ് എ ഫിക്സഡ് ഏരിയ. ഹൗ ഡു വി സ്റ്റേറ്റ് ഇൻ ടേംസ് ഓഫ് പ്രൊപ്പോർഷൻ the relation between the length of the long side and the length of the perpendicular to it from the opposite vertex? What if we use the shortest side instead of the longest? എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഒരു ട്രയാങ്കിളിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. കൺസിഡർ ട്രയാങ്കിൾ ഓഫ് ഫിക്സഡ് ഏരിയ, അതായത് ഫിക്സഡ് ഏരിയയുള്ള പരപ്പളവിൽ ഒരു ട്രയാങ്കിൾ. അപ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ലോങ്ങസ്റ്റ് സൈഡും, അതായത് ഏറ്റവും വലിയ സൈഡും ആ സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള, ഓപ്പോസിറ്റ് കോർണറിൽ നിന്നുള്ള പെർപെൻഡിക്കുലറും അല്ലേ. അപ്പോൾ 2 അളവുകൾ, ഒന്ന് അതിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ്, പിന്നെ അതിലേക്കുള്ള പെർപെൻഡിക്കുലർ അല്ലേ, അതിലേക്കുള്ള ലംബമായ ദൂരം. ഇവ തമ്മിലുള്ള ഈ ബന്ധം നമ്മൾ അനുപാതമായിട്ട് എങ്ങനെ പറയാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ത്രികോണം, ഇപ്പോൾ ഒരു ത്രികോണം ഓക്കെ. ഇതാണ് ഈ ത്രികോണത്തിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ്, ഏറ്റവും നീളം കൂടിയ വശം ഇതാണ് അല്ലേ. അപ്പോൾ ഈ വശത്തിന് നമുക്ക് ബേസ് ബി എന്ന് കൊടുത്തു. ഈ വശത്തിലേക്കുള്ള ഈ ലംബമായ ദൂരം അല്ലെ, എച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ, ആ കോർണറിൽ നിന്ന് ഇങ്ങോട്ടുള്ള ലംബമായ ദൂരം അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എച്ച്. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. ബേസും ഈ ഏറ്റവും നീളം കൂടിയ വശവും പിന്നെ ഇതിൻ്റെ എച്ചും തമ്മിലുള്ള ബന്ധമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏരിയ അല്ലേ, ഏരിയ കോൺസ്റ്റന്റ് ആണ്, അതിൽ ഏരിയക്ക് മാറ്റൊന്നും വരാൻ പാടില്ല. അപ്പോൾ നമുക്കറിയാം ഒരു ത്രികോണത്തിൻ്റെ ബേസും അതിൻ്റെ എച്ചും, അതായത് ഹൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ എങ്ങനെയാണ് കാണുക, അതായത് ഹാഫ് ബി എച്ച് അല്ലേ. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഏരിയ കാണാം. അതായത് ഏരിയ എ ഇസ് ഈക്വൽ ടു അര ബി എച്ച് അല്ലേ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏരിയ കാണാൻ അറിയാം. ഇതിൽ നിന്ന് നമുക്ക് ബി എച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ബിയും എച്ചും തമ്മിലുള്ള ബന്ധമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ബി എച്ച് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം ഒരു ഭിന്നസംഖ്യ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ അറിയാം അല്ലേ. അതായത് ഇങ്ങോട്ട് നോക്കിയാൽ മുകളിൽ എന്താണ് ബി ഇൻറ്റു എച്ച് അല്ലേ, ബി ഇൻറ്റു എച്ച് ഇവിടെ 1 ഉണ്ട്, അത് ബി ഇൻറ്റു എച്ച് ബൈ 1, അതായത് ബി ഇൻറ്റു എച്ച് സീക്വൽ ടു ഇവ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ എ ഇൻറ്റു 2 അല്ലേ, എ ഇൻറ്റു 2 അല്ലെങ്കിൽ 2a. അപ്പോൾ ഇവിടെ നമുക്ക് ബി ഇൻറ്റു എച്ച് സീക്വൽ ടു 2a എന്ന് കിട്ടി ക്രോസ് ചെയ്തപ്പോൾ അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ബേസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ബേസ് ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ 2a 2 ഇൻറ്റു ഏരിയ ബൈ എച്ച് അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടി നമുക്ക്. ബേസ് എന്ന് പറയുന്നത് ഏരിയനെ 2 കൊണ്ട് ഗുണിക്കുക, അതിനെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബേസ് കിട്ടും. അപ്പോൾ ഇതാണ് ബേസും എച്ചും തമ്മിലുള്ള ബന്ധം അല്ലേ. അതായത് ഈ ബന്ധം എന്താണെന്ന് നോക്കിയേ, എച്ച് എവിടെയാണ് എടുക്കുന്നത്, അടിയിലാണ് എടുക്കുന്നത് അല്ലേ. അതായത് ഡിനോമിനേറ്റർ ആയിട്ടാണ് എച്ച് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ബി എവിടെയാണ്, ബി മുകളിലാണ് അല്ലേ. അപ്പോൾ ഈ ബന്ധം എന്തായിരിക്കും, ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ലേ, വിപരീത അനുപാതമാണ്. അതായത് ഇവിടെ എച്ചിൻ്റെ വാല്യൂ കൂടുമ്പോൾ ബി എന്താവും, ബി കുറയും. ഇനി എച്ച് കുറയുമ്പോൾ ബി കൂടും. ക്ലിയർ ആയില്ലേ, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് എഴുതാം, എന്തെന്ന് എഴുതാൻ പറ്റും, ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് സൈഡ്, അതായത് ബി, ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് സൈഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി ഓപ്പോസിറ്റ് സൈഡ് അല്ലേ. അതായത് ഈ വലിയ വശത്തിൻ്റെ നീളം ഈ എതിർമൂലയിൽ നിന്നുള്ള ലംബത്തിൻ്റെ നീളത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് ലംബത്തിൻ്റെ നീളം കൂടാണെങ്കിൽ ബേസിൻ്റെ നീളം കുറയും, ലംബത്തിൻ്റെ നീളം കുറയുകയാണെങ്കിൽ ബേസിൻ്റെ നീളം കൂടും അല്ലേ. അതാണ് ഇങ്ങനെ. ക്ലിയർ ആയില്ലേ. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ, ഇപ്പോൾ ബി ഈസ് ഈക്വൽ ടു നമുക്കറിയാം 2a ബൈ എച്ച് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, 2 ഇൻറ്റു ഏരിയ ഇൻറ്റു എച്ച്. ഇവിടെ നമുക്ക് ഈ 2 ഇൻറ്റു ഏരിയ നമുക്കിപ്പോൾ ഒരു 20 ആണെന്ന് വിചാരിക്കാം, 20 ആണെന്ന് വിചാരിക്കാം. ഇവിടെ എച്ച് നമുക്കൊരു 2 സെൻറ്റിമീറ്റർ ആണ്.
എച്ച് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബേസ് എന്ത് വരും? ബി ഈസ് ഈക്വൽ ടു 2a, അതായത് 20. അപ്പോൾ നമുക്കിവിടെ 2a ആണ് നമ്മൾ 20 എടുത്തിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പോൾ 20/2 എച്ച് 2, അതായത് 10 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. ഇനി എച്ച് 2 പകരം ഒരു 5 സെൻറ്റിമീറ്റർ ആക്കി വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബേസ് എന്ത് വരും? ബേസ് ഈസ് ഈക്വൽ ടു 20/5 അല്ലേ, അതായത് 4 സെൻറ്റിമീറ്റർ ആയി. ഇനി എച്ച് ഇനിയും കൂട്ടി ഒരു 10 സെൻറ്റിമീറ്റർ ആക്കി. അങ്ങനെയാണെങ്കിൽ ബേസ് എന്ത് വരും? ബേസ് ഈസ് ഈക്വൽ ടു 20/10 അല്ലേ, 20/10, അപ്പോൾ 2 സെൻറ്റിമീറ്റർ. അതായത് എച്ചിൻ്റെ നീളം നമ്മൾ കൂട്ടി കൊടുത്ത് 2, 5, 10 കൂട്ടി കൊടുത്തപ്പോൾ ബേസ് എന്തായി? 10ൽ നിന്ന് 4ആയി, അത് കുറഞ്ഞു, വീണ്ടും 4ൽ നിന്ന് 2ആയി അല്ലേ. അപ്പോൾ എച്ച് കൂടുന്നതിനനുസരിച്ച് എന്താണ്? ബേസ് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ എച്ച് കുറയുമ്പോൾ ബേസ് കൂടി വരും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ എന്ത് വരും? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ബി ഇൻറ്റു എച്ച് ആണ്. അതായത് ഈ മുകളിൽ കിടക്കുന്നതാണ് എപ്പോഴും എന്തായാലും വരാം, നമ്മുടെ കെ ആയിട്ട് വരാം. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ. 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഏരിയ. ഇതിൽ വേറൊരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ ഏറ്റവും വലിയ വശമാണ് എടുത്തത് അല്ലേ. ഇനി ഏറ്റവും വലിയ വശത്തിന് പകരം നമ്മൾ ഏറ്റവും ചെറിയ വശം എടുത്ത് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതേ ഫിഗർ നോക്കിയാൽ എച്ച് ഇതല്ല, നമുക്ക് ബേസ് ഏറ്റവും ചെറിയ വശം ബേസ് ആക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ബേസ്. അപ്പോൾ ഇത് എച്ച് എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് കോറിൽ നിന്ന് ഇതിലേക്കുള്ള ലംബമായ ദൂരം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലംബമായ 90 ഡിഗ്രിയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എച്ച്, മനസ്സിലായില്ലേ? ഇത് ബേസും. ഇനി ഇവിടെ എന്ത് വരും? ഇവിടെ തമ്മിലുള്ള ബന്ധം എന്ത് വരും? ഇവിടെയും വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഏരിയ സീക്വൽ ടു എന്ത് വരും? ഏരിയ എ സീക്വൽ ടു ഹാഫ് ബി എച്ച് എന്നല്ലേ, ഇക്വേഷൻ മാറ്റില്ല, ഹാഫ് ബി എച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ ബി എച്ച് എങ്ങനെ കിട്ടും നമുക്ക്? ബി എച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 2 അല്ലേ, അതായത് 2a. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബേസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ബേസ് ഈസ് ഈക്വൽ ടു 2a/h. ഇവിടെയും ബേസ് 2a/h. അപ്പോൾ ഇവിടെയും എച്ചും ബി എന്താണ്? ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ, ഒന്നടിയിലും ഒന്ന് മുകളിലും. അപ്പോൾ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ. അതായത് ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡ്, നമ്മൾ ഷോർട്ടസ്റ്റ് സൈഡാണ് എടുത്തത്, അതുകൊണ്ട് ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡ് ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ദി ലെങ്ത് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ് അല്ലേ. ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്നുള്ള പെർപെൻഡിക്കുലറിന് എന്തായിരിക്കും? ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ചെറിയ വശത്തിൻ്റെ നീളം എതിർ മൂലയിൽ നിന്നുള്ള ലംബത്തിൻ്റെ നീളത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പോൾ ഇവിടെയും പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്താണ് വരിക? ബി ഈസ് ഈക്വൽ ടു 2a/h അല്ലേ. അപ്പോൾ 2a ആണ് ഇവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. എന്താണ് ചോദ്യം? ഇൻ റെഗുലർ പോളിഗൺസ് can we say the relation between the number of sides and the measure of an outer angle in terms of proportion? What is the proportionality constant? അതായത് റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ സമബഹുഭുജം അല്ലേ. അപ്പോൾ ഈ സമബഹുഭുജങ്ങളിൽ ഈ വശങ്ങളുടെ എണ്ണവും അതുപോലെ തന്നെ ഒരു ഔട്ടർ ആംഗിൾ, അതായത് പുറം കോണിൻ്റെ അളവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സമവാക്യം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു സമബഹുഭുജം, അപ്പോൾ നമുക്ക് ആദ്യം ഒരു പണി ചെയ്യാം. അപ്പോൾ ബഹുഭുജങ്ങളിൽ ഏറ്റവും ചെറിയ ത്രികോണമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പണി ചെയ്യാം. ഒരു സമഭുജ ത്രികോണം വരച്ചു. ഇതാണ് സമഭുജ ത്രികോണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഔട്ടർ ആംഗിൾ വരാം? ഇതിങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ ഇത് ഔട്ടർ ആംഗിൾ ആണ് അല്ലേ. ഇനി ഈ വശം നമുക്ക് ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഇത് ഔട്ടർ ആംഗിൾ. ഈ സൈഡ് നമുക്കിത് ഇങ്ങോട്ട് നീട്ടി, അപ്പോൾ ഇത് ഔട്ടർ ആംഗിൾ. അപ്പോൾ ഇതൊക്കെയാണ് ഔട്ടർ ആംഗിൾ അല്ലേ. ഇതൊരു സ്ക്വയർ ആണെങ്കിലോ, ഇപ്പോൾ നമ്മൾ ട്രയാങ്കിളാണ് എടുത്തത്, ഇത് സ്ക്വയർ ആണെങ്കിലും സംഭവിക്കും. സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഔട്ടർ ആംഗിൾ ഇപ്പോൾ ഇത് നീട്ടാണെങ്കിൽ ഇത് ഔട്ടർ ആംഗിൾ അല്ലേ, ഇതൊരു ഔട്ടർ ആംഗിളായി. ഇനിയിപ്പോൾ നമുക്ക് ഈ വശത്തിന് ഇങ്ങനെ നീട്ടാണെങ്കിൽ ഇത് ഔട്ടർ ആംഗിളായി. ഇനി നമുക്ക് ഈ വശത്തിന് ഇങ്ങോട്ട് നീട്ടാണെങ്കിൽ ഇത് ഔട്ടർ ആംഗിളായി അല്ലേ. ഇനി ഈ വശത്തിന് നീട്ടാണെങ്കിൽ ഇത് ഔട്ടർ ആംഗിൾ. അപ്പോൾ നമുക്കറിയാം ഏത് പോളിഗൺ ആയാലും സം ഓഫ് ഔട്ടർ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ. അതായത് അതിലൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ സം ഓഫ് ഔട്ടർ ആംഗിൾ, അതായത് പുറം കോണിൻ്റെ കോണുകളുടെ അളവ് എപ്പോഴും എന്ത് വരും? 360 ഡിഗ്രി തന്നെ ആയിരിക്കും. അതിലൊരു വ്യത്യാസവും ഇല്ല. ഇതാണെങ്കിലും ഇനി നമ്മളൊരു റെഗുലർ ഹെക്സഗൺ എടുത്താലും അതിൻ്റെ ഈ പുറം കോണുകളുടെ അളവ് 360 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി നമ്മൾ ആദ്യം ഈക്വലാറ്റർ ട്രയാങ്കിൾ എടുക്കുക. അതായത് സമഭുജ ത്രികോണമാണ് എടുക്കുന്നത്. അപ്പോൾ ഈക്വലാറ്റർ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ഔട്ടർ ആംഗിൾ
1 ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? ഒരു ഔട്ടർ ആംഗിളിൻ്റെ അളവ് എത്രയായിരിക്കും? 3 ഔട്ടർ ആംഗിൾ ഉണ്ട് അല്ലേ? അപ്പോൾ ആകെ 360 ആണ്. അപ്പോൾ 360/3 അല്ലേ ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പോൾ ഒരു സമഭുജ ത്രികോണാംഗിൾ ആണെങ്കിൽ 120 ഡിഗ്രിയാണ് അതിൻ്റെ ഔട്ടർ ആംഗിൾ. ഇനി നമുക്ക് നോക്കിയാൽ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ, ഇനി നമ്മുടെ അടുത്ത് സ്ക്വയർ എടുത്തു. സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഔട്ടർ ആംഗിൾ എത്ര വരും? 1 ഔട്ടർ ആംഗിൾ ഈക്വൽ ടു മൊത്തം 360 ബൈ എത്ര ഔട്ടർ ആംഗിൾ വരും? എത്ര വശമുണ്ടോ അത്ര ഔട്ടർ ആംഗിൾ വരും അല്ലേ? അതുകൊണ്ട് ബൈ 4 ഈക്വൽ ടു എത്ര വരും? 360/4 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇനി അടുത്തേക്കൊന്നും നമ്മൾ പോകണ്ട, ഹെക്സഗണിലേക്കൊന്നും പോകണ്ട, രണ്ടെണ്ണം പോയി നമുക്ക്. ഇപ്പോൾ ഒരു സമഭുജ ത്രികോണം എടുത്തപ്പോൾ അതിന് 3 സൈഡുകൾ, അതിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ 120. ഇനി 3 എന്നുള്ളത് 4 ആയപ്പോൾ അതിൻ്റെ ഔട്ടർ ആംഗിൾ 90 അല്ലേ? അപ്പോൾ വശത്തിൻ്റെ എണ്ണം കൂടിയപ്പോൾ ഔട്ടർ ആംഗിളിൻ്റെ അളവ് കുറഞ്ഞു. ക്ലിയർ ആയില്ലേ? വശത്തിൻ്റെ എണ്ണം കൂടിയപ്പോൾ എന്തായി? ഔട്ടർ ആംഗിൾ കൂടുതലല്ല ചെയ്യുന്നത്, ഔട്ടർ ആംഗിൾ കുറഞ്ഞു അല്ലേ? ഇനി ഒരു ഹെക്സഗൺ എടുക്കുകയാണെങ്കിലോ, റെഗുലർ ഹെക്സഗൺ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഇപ്പോൾ നമുക്കൊരു ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 360 ഹെക്സഗൺ 6 വശം അല്ലേ? 6 ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ വശങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സംഭവിക്കുന്നു ഇവിടെ ഈ ഔട്ടർ ആംഗിളിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു അല്ലേ? അതായത് ഇപ്പോൾ നമുക്കിവിടെ നമ്പർ ഓഫ് സൈഡുകൾ എണ്ണം, അപ്പോൾ നമ്പർ ഓഫ് സൈഡുകളുടെ എണ്ണം n ആണെന്ന് വിചാരിക്കാം. n സൈഡുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിൾ ഇപ്പോൾ നമുക്ക് x ഡിഗ്രി എന്ന് കൊടുക്കാം. x ഡിഗ്രി x ഈക്വൽ ടു എന്ത് നമുക്ക് എഴുതാം? 360 360 വ്യത്യാസമില്ല, 360 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 3 സൈഡാണെങ്കിൽ 360/3, 4 സൈഡാണെങ്കിൽ 360/4. അപ്പോൾ n സൈഡുകളുടെ നമ്പർ ഓഫ് സൈഡുകൾ n ആണെങ്കിൽ അപ്പോൾ 360 n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും? ഔട്ടർ ആംഗിൾ കിട്ടും. ഇത് ഏത് ബന്ധമാണ്? നമുക്കറിയാം n അടിയിലാണ് അല്ലേ? n എന്ന് പറഞ്ഞാൽ എന്താണ്? n റെസിപ്രോക്കലാണിട്ടാണ് കിടക്കുന്നത് അല്ലേ? x മുകളിലും. അപ്പോൾ ഇതെന്ത് ബന്ധമാണുള്ളത്? എക്സും എന്നും ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം, ഇൻ റെഗുലർ പോളിഗൺസ് ഔട്ടർ ആംഗിൾ ആൻഡ് നമ്പർ ഓഫ് സൈഡ്സ് ആർ ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ. മനസ്സിലായില്ലേ? ഇത് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് സമഭുജങ്ങളിൽ പുറം കോണിൻ്റെ അളവും വശങ്ങളുടെ എണ്ണവും എന്താണ്? വിപരീത അനുപാതത്തിലാണ് എന്ന് എഴുതാം. ഇനി ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് k ഈക്വൽ ടു എന്ത് വരും? k ഈക്വൽ ടു ആനുപാതിക സ്ഥിരം എന്ത് വരും? നമുക്കറിയാം, ഈ മുകളിൽ കിടക്കുന്നുണ്ട് അല്ലേ? അപ്പം 360 ഇതാണ് k. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുതിയ ചാപ്റ്ററുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.